എന്നാ കനവ് കണ്ടിരിക്കുക? നീ അറിഞ്ഞോ ഉത്സവത്തിന് വടക്കുംപെട്ടിന്ന് വണ്ടി പൂട്ടുന്നത് ആരാന്നറിയോ? ആരാ? ചന്തൂട്ടി. ആ അപ്പനാ പറഞ്ഞത്. നിന്റെ അണ്ണനെ തോൽപ്പിക്കുമെന്ന് പന്തയം കെട്ടിയിരിക്കത്രേ. ഏയ്, മുത്തുകൃഷ്ണനോട് പോരടിച്ച കെട്ടിവെച്ച കാശ് പോകുന്നു പറഞ്ഞേക്ക് നിന്റെ ചന്തൂട്ടിയോട്. അയ്യോ, ആടുകളെ മേട്ടിൽ വിട്ടിട്ടാ വന്നിരിക്കണേ. ഞാൻ പോട്ടെ. ഒക്കെ ആ ഭാർഗവൻ മാടമ്പിയുടെ കൊനഷ്ടം. മുത്തോടനോട് അയാൾക്ക് എന്താ ഇത്ര വൈരാഗ്യം? പണ്ട് നാട്ടുകൂട്ടം കൂട്ടി തലമൊട്ടയടിച്ച് തെക്കുംപെട്ടിന്ന് നാട് കടത്തിയതിന്റെ ദേഷ്യമായിരിക്കും. പെമ്പിള്ളേരെ പഴപ്പിച്ച പിന്നെ നാട് കടത്താതെ പൂട്ടുതൊടോ? അത് നാട്ടു കിടപ്പല്ലേ? പക്ഷെ അന്ന് സാക്ഷി പറഞ്ഞത് ഞാനാണല്ലോ, അതിന്റെ പകയായിരിക്കും. അണ്ണാ, എന്നമ്മാ? അണ്ണാ വടക്കുംപെട്ടിന്ന് വണ്ടി പൂട്ടുന്നത് ചന്തൂട്ടിയാണല്ലേ? അറിഞ്ഞോ? അതിനെന്താ, പൂട്ടട്ടെ. എനിക്കെന്തോ പേടിയാവണോ? നീ എന്തിനാ വെറുതെ പേടിക്കണേ? നമ്മുടെ മണിയനും വേലപ്പനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരുത്തന്റെ വണ്ടി മുമ്പിൽ കയറൂല, അല്ലേടാ മക്കളെ? എന്നാ പിന്നെ വണ്ടി ഞാൻ പൂട്ടാം. പൂട്ടാം പൂട്ടാം. ഓ, ചന്തൂട്ടി ഉണ്ടോ? അവൻ കിടന്നു. നല്ലോണം ഇരിക്കുന്ന ചങ്ങാതികൾ തമ്മിൽ പോര് കുറിപ്പിച്ചിട്ട് എന്ത് നേടാനാ? എന്നെ ഓർത്തിട്ടാ ഇവിടെ കയറി കിടക്കാൻ അവൻ സമ്മതിച്ചത്. നമ്മുടെ മോളെ പട്ടണത്തിൽ വിട്ട് പഠിപ്പിക്കണത്. ഇതൊക്കെ ഇല്ലാണ്ടാക്കാനാ പുറപ്പാട്. നിന്റെ തറവാട്ടി വന്ന് കിടക്കണമെന്ന് കരുതി എന്നെ ഭരിക്കാൻ മാത്രം നീ ആയിട്ടില്ല. ഭരിച്ചതല്ല, ഇനിയെങ്കിലും കുരുട്ടുബുദ്ധി കാണിക്കില്ലെന്ന് പറഞ്ഞതാ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ, നാവരിഞ്ഞ പട്ടിക്കിട്ട് കൊടുക്കും. കഴിവറുടെ മോളെ. നന്നായി പോയി. തല ഇരിക്കുമ്പോ വാലാട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും ഒരു ഗുണം കാണാതെ എന്റെ മോൻ ഭാർഗവൻ ഒരു കളിയും കളിക്കത്തില്ല. ആ ഉത്സവം കഴിയുമ്പോ നീ കണ്ടോ? மாட்டுக்கு கண்ணு வைக்கிறேன். ഈ തെക്കുംപട്ടിക്കാരെ കരിങ്കണ്ണന്മാരാ. എന്റെ തങ്കക്കാളന്മാരെ സിംഹക്കുട്ടികളാ, കണ്ണുവെച്ചാൽ ഏക്കൂല. നമ്മുടെ ചിങ്കക്കുട്ടികളപ്പോ ഓടിയ മുത്തകൃഷ്ണന്റെ കാള മുട്ടയിടും. ഞാനൊന്ന് മുങ്ങിട്ട് വരാം. അപ്പൊ ഞാനും വരാം. ഞാനും മുങ്ങിട്ട് കുറച്ച് ദിവസമായി. നീ എവിടെ പോവാ? ഇവിടെ ഇത്തിരി പണിയുണ്ട്. അപ്പൊ ഞാൻ പിന്നെ വരാം. എന്താ ശാനെ പണി? നീ പോയി കുറച്ച് റബ്ബറിന്റെ ഇല കൊണ്ടുവന്നു. റബ്ബറിന്റെ അല്ലേ? ഒന്ന് പതുക്കെ പറയണം. റബ്ബറിന്റെ അല്ലേ? റബ്ബറിന്റെ ഇലൊക്കെ കണ്ടസ്വാമിയുടെ സ്റ്റേറ്റ് വരാൻ പോണ്ടേ? എവിടെ പോയാലും കൊണ്ടുവരണം. എന്തിനാ ശാനെ റബ്ബറിന്റെ അല്ല? അണിയണ്ടാ, പുറത്തൊരു കുഞ്ഞറിയരുത്. അറിഞ്ഞാലെന്താ? അറിഞ്ഞാലോ? അറിഞ്ഞാ പിന്നെ സീതമ്മയെ ജന്മത്ത് നിൽക്കാൻ കെട്ടിച്ചേരില്ല. അയ്യോ, എന്നാ ഒരു കുഞ്ഞും അറിയില്ല, ഒരു കുഞ്ഞും അറിയില്ല. ഏത് നരകത്തിൽ പോയാലും റബ്ബറിന്റെ ഇല കൊണ്ടേ വരൂ. മുത്തു എവിടെ? എനിക്കറിഞ്ഞൂടാ. ഓ, പിണക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ. ആണെങ്കി ഇപ്പൊ ആർക്കാ ഇവിടെ ഛേദം? ഇതൊന്നും ഞാൻ വേണമെന്ന് ചെയ്തതല്ല, ഒക്കെ ആ സായിപ്പ് വാസുണ ഉണ്ടാക്കി വെച്ച കുലുമാല. എന്റെ അപ്പൻ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ അപ്പൻ എന്ത് ചെയ്തു പറ. മാട്ടിച്ചന്തയിൽ വെച്ച് വടക്കുംപെട്ടിക്കാരെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചാ പിന്നെ? വെല്ലുവിളിച്ച ഉടനെ കയറി പന്തയം വെക്കണോ? ഞാനല്ല പന്തയം വെച്ചത്, മാമനാ. മാമൻ പന്തയം വെച്ച എന്ത് ചെയ്യൂ? ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഒന്നും പറയണ്ട. അയ്യേ, ഇതൊക്കെ ഒരു തമാശയല്ലേ? ഇത്ര പിണങ്ങാൻ മാത്രം എന്താ ഉള്ളത്? ചിലപ്പോ മുത്തു ജയിക്കും, ചിലപ്പോ ഞാൻ ജയിക്കും. ഞാൻ കുറെ ജയിക്കും. പറഞ്ഞോണ്ടല്ലോ, അറിയാത്ത പിള്ളക്ക് ചൊറിയും പറയുന്ന. ചൊറിയും പറഞ്ഞോളാം. മീനു സൂക്ഷിച്ചോ, മൂക്കത്താ കോപം. എന്താടാ കിടന്ന് പറക്കണത്? മീൻ കൊത്തണം. കൊക്കിനെ കൊത്തണ മീന? ആകെ ഇത്തിരി തോല് മാത്രമേ ഉള്ളൂ, അതും കൊത്തിക്കൊണ്ട് പോകും പണ്ടാരങ്ങൾ. ഓ, വടക്കുംപെട്ടിയിലെ വണ്ടി പൂട്ടുകാരൻ എത്തിയല്ല. എന്താടാ, വടക്കുംപെട്ടിക്കാരൻ വണ്ടി പൂട്ടിയ ഓടൂല? ഓടും. തോറ്റ് തൊപ്പിയിട്ട് തെക്കുംപെട്ടിയും കടന്നോടും. എനക്കൊക്കെ നീ കാല് മാറിയോ? കൊക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് കാല് മാറി ചവിട്ടിക്കൊണ്ടേയിരിക്കും. മുത്തു ജയിക്കുമെന്ന് കരുതി നീ കാല് മാറണ്ട കേട്ടാ. എന്തോ ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. എന്റെ കാളയന്മാരോടൊപ്പം ഓടിയാലേ നിന്റെ കാളയന്മാര് വെള്ളപ്പത തുപ്പും. വെള്ളപ്പത. പതതുപ്പുന്നത് ആരാണെന്ന് നമുക്ക് കാണാം. എന്താ, പന്തയത്തിനുണ്ടോ? ഉണ്ട്. ഞാൻ ജയിച്ചാ നീ എന്ത് തരും? ഈ മോതിരം നിനക്ക്. എന്നാൽ അതിനെ ഊരി മധ്യസ്ഥനതാ. എന്താ, നീ മധ്യസ്ഥനോ?
എന്നാ വേണ്ട, നിങ്ങൾ തമ്മിലായിക്കോ. അല്ല ഞാൻ ജയിച്ച നീ എന്ത് തരുമെന്ന് പറ. എന്നെ കൊണ്ട് കഴിവുള്ള നീ ചോദിക്കുന്ന എന്തും. വാക്കാണോ? വാക്ക്. എന്നാ അടി കഴി.